ആഗോളതലത്തിൽ കത്തോലിക്ക സഭയെക്കുറിച്ച് വിശദമായ വിശകലനം നൽകുന്ന 2025 പൊന്തിഫിക്കൽ വാർഷിക റിപ്പോർട്ടും സഭയുടെ 2023 സ്റ്റാറ്റിസ്റ്റിക്കൽ ഇയർബുക്കും പ്രസിദ്ധീകരിച്ചു. സെൻട്രൽ ഓഫീസ് ചർച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് തയ്യാറാക്കിയ 2 റിപ്പോർട്ടുകളും 2022-23 2 വർഷത്തെ കാലയളവിൽ ലോകമെമ്പാടുമുള്ള കത്തോലിക്ക ജനസംഖ്യയിൽ ശ്രദ്ധേയമായ വർധനവ് വെളിപ്പെടുത്തുന്നു. പ്രത്യേകിച്ചും ആഗോള കത്തോലിക്ക ജനസംഖ്യയിൽ 1.15% വർധനവുണ്ടായിട്ടുണ്ട്. 2022 ഏകദേശം 1.39 ബില്യൺ കത്തോലിക്കലിൽ നിന്ന് 2023 1.46 ബില്യണായി വർദ്ധിച്ചു. ആഫ്രിക്കയിലെ കത്തോലിക്ക ജനസംഖ്യ 3.31% വർദ്ധിച്ച് 272 ദശലക്ഷത്തിൽ നിന്ന് 281 ദശലക്ഷമായി എന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഏറ്റവും കൂടുതൽ കത്തോലിക്കലുള്ള ഭൂഖണ്ഡവും തെക്കേ അമേരിക്കയാണ്. ലോകത്തിന്റെ ആകെ കത്തോലിക്ക ജനസംഖ്യയിൽ 47.8% വരുമിത്. ഏഷ്യയിൽ 2022 2023 ഇടയിൽ കത്തോലിക്ക ജനസംഖ്യ 0.6% വർദ്ധിച്ചു. ലോകത്തിലെ മൊത്തം കത്തോലിക്കരുടെ 11% മാത്രമേ ഈ മേഖല പ്രതിനിധീകരിക്കുന്നുവെങ്കിലും ഫിലിപ്പീൻസ്, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ഗണ്യമായ സാന്നിധ്യമുണ്ട്. ഫിലിപ്പീൻസിൽ 93 ദശലക്ഷം കത്തോലിക്കരും ഇന്ത്യയിൽ 23 ദശലക്ഷവുമുണ്ട്. 2022 അപേക്ഷിച്ച് 2023 ഓഷ്യാനയിൽ കത്തോലിക്ക ജനസംഖ്യയിൽ 1.9% വർധനവുണ്ടായി. 2022 2023 ഇടയിൽ ആഗോളതലത്തിൽ ബിഷപ്പുമാരുടെ എണ്ണത്തിലും 1.4% വർധനവുണ്ടായി. 5353 ആയിരുന്നത് 2022 5430 മൊത്തം ബിഷപ്പുമാരുടെ എണ്ണവും വർദ്ധിച്ചു. ഓഷ്യാന ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഈ വളർച്ചയുണ്ടായിട്ടുണ്ട്. ആഗോളതലത്തിൽ കത്തോലിക്ക സഭയിൽ പുരോഹിതരുടെ എണ്ണത്തിൽ 0.2% കുറവ് രേഖപ്പെടുത്തി. ആഫ്രിക്കയിലും ഏഷ്യയിലും പുരോഹിതരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഫ്രിക്കയിൽ 2.7%, ഏഷ്യയിൽ 1.6% വർധനവുണ്ട്. 2022 2023 ഇടയിൽ സമർപ്പിതരായ വൈദികരുടെയും സന്യാസിനികളുടെയും എണ്ണത്തിൽ 1.6% കുറവുണ്ടായി. ചർച്ച് ഡെസ്ക്, ഷെക്കിന ന്യൂസ്.